ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വണ്ടി പൂജയ്ക്കായിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നതാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ പോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ സഞ്ജുവിന് എക്സാമൊക്കെ ഉള്ളത് കാരണം ഇന്നലെ പോകാൻ പറ്റിയില്ല. ഇന്ന് വ്യാഴാഴ്ച അർച്ചനുള്ള ദിവസമായതുകൊണ്ട് തന്നെ അമ്മ നേരത്തെ അമ്പലത്തിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ വൈകി ഒരു 8 മണിയോട് കൂടിയാണ് കേട്ടോ അമ്പലത്തിലെത്തുന്നത്. പിന്നെ വഴിപാടൊക്കെ ഷീട്ടാക്കി പിന്നെ പൂജയൊക്കെ നടത്തിയിട്ടോ. പൂജയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തുടക്കവും ഈ ക്ഷേത്ര സന്നിധിയിൽ തന്നെ ആയിരുന്നു കേട്ടോ. 26 വർഷം മുമ്പ് ഈ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കേട്ടോ ഞങ്ങളുടെ വിവാഹം, പിന്നെ മക്കളുടെ വിദ്യാരംഭം, അങ്ങനെ എല്ലാ നല്ലതും ഈ ക്ഷേത്രത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ, എല്ലാത്തിൻ്റെയും തുടർച്ച. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുളത്തിൻ്റെ അടുത്ത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടോ. നല്ല ഭംഗിയുള്ളൊരു കുളമാണല്ലോ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയത്. അപ്പോൾ വെള്ളമൊന്നും ഇളകാതെ ഇങ്ങനെ നിൽക്കുന്നത് കാരണം കുളത്തിൻ്റെ അടിയിലെ സ്റ്റെപ്പിൽ ഒരു ഗോൾഡ് കണ്ടു കേട്ടോ. അപ്പോൾ ഞാനത് എടുക്കാൻ നോക്കിയപ്പോൾ സഞ്ജയ് അതൊന്നും എടുക്കണ്ടായിരുന്നു എൻ്റെ അടുത്ത് കുറേ പറഞ്ഞു കേട്ടോ. പക്ഷേ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവൾ ആ ക്യാമറ ഓഫാക്കി. എന്തായാലും ഞാൻ കണ്ടതല്ലേ എന്ന് പറഞ്ഞ് ഞാനത് എടുത്തു കേട്ടോ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്കത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി അത് ഗോൾഡ് തന്നെയാണോ, ഇനി മറ്റേ റോഡ് ഗോൾഡാണോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും അത് എടുത്തു, അവിടെ കൗണ്ടറിൽ തന്നെ ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ എന്താ കിട്ടിയതെന്ന് ഞാൻ പറയുന്നില്ല. കിട്ടിയത് എന്തായാലും അത് യഥാർത്ഥ അവകാശിക്കനെ കിട്ടട്ടെ, സ്വർണ്ണ ആണെങ്കിൽ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി കേട്ടോ. അപ്പോഴാണ് ചക്കര പറയുന്നത് കോട്ടയിൽ അമ്പലത്തിൽ പോവാന്നേ. അപ്പോൾ ഞങ്ങൾ അവിടെ ഉത്സവത്തിന് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് തൊഴുത്തിട്ട് വരാമെന്ന് അങ്ങനെ പറഞ്ഞപ്പം പിന്നെ വേഗം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ എപ്പോഴാണ് നട അടയ്ക്കുക ഒരു വിവരങ്ങളൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി കേട്ടോ. അവിടുത്തെ ഉത്സവം ഭയങ്കര വലിയൊരു ഉത്സവമാണ് കേട്ടോ. ഉത്സവവും വെടിക്കെട്ടും ഒക്കെ ഭയങ്കര ആഘോഷമാണ്. അങ്ങനെ ആ ഉത്സവ സമയത്ത് മാത്രമേ അവിടെ പോയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അല്ലാത്തപ്പോൾ അങ്ങനെ പോയി തൊഴുതിട്ടൊന്നുമില്ല. അങ്ങനെ ഏതായാലും ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ മുറ്റത്തെത്തി കേട്ടോ. ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലൊരു അമ്പലം, താഴേക്കോട്ട പറഞ്ഞിട്ട് താഴെ ഒരു അമ്പലമാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് താഴെയുള്ള ഈ താഴേക്കോട്ട അമ്പലത്തിൽ തൊഴാൻ പോകുന്നത് കേട്ടോ. മേലെയാണ് ഉത്സവം. അപ്പോൾ അവിടെ പോയി തൊഴുത് ഉത്സവമൊക്കെ കണ്ട് അങ്ങനെയാണ് കേട്ടോ വരാറ്. അങ്ങനെ നല്ല സ്റ്റെപ്പൊക്കെ ആയിട്ട് നല്ലൊരു അമ്പലമാണ് കേട്ടോ. ഒരുപാട് കുരങ്ങന്മാരും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരമ്പലം. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. ആദ്യം കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾ തൊഴാൻ വേണ്ടി പോയത്. പഴയ ഒരു അമ്പലം, അവിടുത്തെ മതിലുകളായാലും പിന്നെ താഴോട്ട് പിന്നെ ഒരു കൊട്ടാരം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ മടിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. ചക്കരയും സഞ്ജുവും ബോബിയേട്ടനൊക്കെ അവിടെയൊക്കെ പോയിട്ടോ. പിന്നെ കുളം കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള കുളമാണ് കേട്ടോ. ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റിയൊരു കുളമാണേ. പിന്നെ അവിടെ ഒരുപാട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏതോ കല്യാണ ടീമൊക്കെ വന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കുരങ്ങന്മാരും അങ്ങനെ തന്നെ. അപ്പോൾ ആരോ കൊടുത്ത പ്രസാദമാണ് കേട്ടോ. അതിൽ നിന്നുള്ള കൽക്കണ്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പെറുക്കി പെറുക്കി കഴിക്കുകയായിരുന്നു കേട്ടോ. മുകളിലും താഴെയൊക്കെ നിറയെ കുരങ്ങന്മാരാണ്. സഞ്ജുവിന് ഇത് ഭയങ്കര പേടിയാണ് കേട്ടോ. എൻ്റെ അടുത്തുനിന്ന് ഫോൺ തട്ടിപ്പറിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തൊഴുത്ത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ അവിടെ തന്നെ നിന്ന് എടുത്തു കേട്ടോ. നല്ല രസമുള്ളൊരു അമ്പലമാണ്. അങ്ങനെ ഞങ്ങൾ തൊഴുതു, മുകളിലേക്ക് സ്റ്റെപ്പൊക്കെ കയറി പിന്നെ മേലേക്കോട്ടയിലേക്ക് അങ്ങനെ ആ വഴികളിലൂടെ അങ്ങനെ നടന്നാൽ മതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ നടന്ന് ആ അമ്പലത്തിലൂടെ കയറി തൊഴുതു കേട്ടോ. അവിടെ ഒരു 10:30 മണി വരെ ഉള്ളൂ അമ്പലം. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വേഗം അങ്ങോട്ട് പോയിട്ടോ. ഞങ്ങൾ വേഗം നടന്ന് അവിടെ എത്തി. അമ്മ അതാ പതിയെ നടന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ എത്തിയപ്പം ഏകദേശം നടയൊക്കെ അടയ്ക്കാറായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആളുകൾ ആരുമില്ല. 1-2 പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഉത്സവ സമയത്ത് വരുമ്പം ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഒട്ടും സ്ഥലം ഉണ്ടാവില്ല. പണ്ട് പറയില്ലേ, പൂഴി വാരിട്ടാൽ താഴെ എത്തില്ല എന്ന്. അത്രയും ആളുകളുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഞാൻ അന്നൊക്കെ കാണുമ്പം. ഇപ്പം വന്നപ്പോൾ അതേ ഒരാളും ഇല്ലാതെ നല്ല ഭംഗിയിലുണ്ട് കേട്ടോ. നല്ല കാറ്റും. തൊട്ടപ്പുറത്ത് ഒരു പുഴ ഉണ്ട് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ പുറയിലൂടെ ഒരു പുഴ. അതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസം. പിന്നെ നല്ല കാറ്റും. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ തൊഴുത്തൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്നു കേട്ടോ. പിന്നെ വണ്ടി താഴെയാണ് വെച്ചത്. തൊഴുത്തൊക്കെ കഴിഞ്ഞേരെ ഇവർ പോയി, സഞ്ജു ചക്കരയും ബോബിയേട്ടനൊക്കെ പോയി വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോന്നു കേട്ടോ. കാരണം അമ്മയ്ക്ക് ഇനി ആ സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വണ്ടി അവിടുന്ന് തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അതുവരെ ഞങ്ങൾ അവിടെ ഇരുന്നു. നല്ല കാറ്റുമായിരുന്നു കേട്ടോ.
ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എത്ര സൂം ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് ആ പുഴയുടെ ആ ഭാഗം അത് കിട്ടുന്നില്ല കേട്ടോ. അതിലിങ്ങനെ നല്ല ഒരു പുഴ കൂടി ഒഴുകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും പിന്നെ കൂടുതലൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഒരു ദേവീക്ഷേത്രമാണ്, അത്രമാത്രമേ അറിയുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ആ വഴി കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഈ ഉത്സവ സമയത്ത് ഇവിടെ ഒന്നും നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവാറില്ല കേട്ടോ. എല്ലാ കൊല്ലം ഉത്സവത്തിന് ഞങ്ങളിവിടെ വന്ന് തൊഴുന്നതൊക്കെയാണ് കേട്ടോ. പക്ഷെ അന്നപ്പോൾ നമുക്ക് ഈ ഒരു ഭംഗിയൊന്നും രാത്രി സമയങ്ങളിലല്ലേ, അപ്പോൾ ഇതൊന്നും കാണാറില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ ഇത് എൻ്റെ വീട്ടിലെ കടലാസ് പൂവാണ് കേട്ടോ. ഇപ്പോൾ ഈ കടലാസ് പൂവൊക്കെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ടൈമാണല്ലോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ.